ഹേയ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വളരെ ചെറിയൊരു വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് ഭയങ്കര പവർഫുള്ളാണ്. അതെ, നമ്മുടെ നാവിനെ കുറിച്ച്. നമ്മുടെ നാവ് ഒരുപാട് ചെറുതായിരിക്കാം, പക്ഷേ നമ്മളതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളെ നരകത്തിലേക്ക് വരെ നയിച്ചേക്കാം. സോ എങ്ങനെ നമ്മുടെ നാവിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ നമ്മൾ നമ്മളുടെ നാവിനെ നല്ല രീതിയിൽ ഉപയോഗിക്കണം. നമ്മൾ നിസ്സാരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മളെ ഒരുപാട് ശിക്ഷകളിലേക്ക് നയിച്ചേക്കാം, ചിലപ്പോൾ നരകത്തിലേക്ക് വരെ നയിച്ചേക്കാം. സോ എന്തുകൊണ്ടാണ് നമ്മുടെ നാവ് ഇത്ര പവർഫുൾ ആവുന്നത്? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരാണോ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നത് അവര് ഒന്നെങ്കിൽ നല്ല കാര്യം സംസാരിക്കുക, അല്ലെങ്കിൽ നിശബ്ദരായിരിക്കുക, അതായത് സൈലൻ്റ് ആയിരിക്കുക. നമ്മുടെ നാവാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു കണ്ടീഷൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ സൂചിപ്പിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും നാവാണ്. സോ നമ്മുടെ ഹൃദയം നല്ലതാണെങ്കിൽ നമ്മുടെ വാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും നല്ലതായിരിക്കണം. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദേഷ്യവും അസൂയയും വെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാവ് അതിനനുസരിച്ചുള്ള ഒരു ആയുധം, ഒരു വെപ്പണായിട്ട് മാറിത്തീരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ നാവിനെ കൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ റിലേഷൻഷിപ്സ് വരെ തകർത്തേക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴാണ് നിങ്ങൾ അവസാനമായിട്ട് ആരെങ്കിലോടും ഒരു നല്ല വാക്കുകൾ പറഞ്ഞിട്ട് അവർ ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചത്? സോ നമ്മൾ ഉപയോഗിക്കുന്ന നല്ല വാക്കുകൾ കാരണം മറ്റുള്ളവർ ചെറുതായിട്ടെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതത്ര ചെറിയ കാര്യമൊന്നുമല്ല. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരാണോ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നത്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന വാക്കുകൾ ആരാണോ സംസാരിക്കുന്നത് അവർക്ക് അവർ ചെറുതുപോലെ തോന്നിയേക്കാം, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പദവി, അവരുടെ റാങ്ക് ഉയർത്തിക്കൊണ്ടേയിരിക്കും. സോ ഇതിൻ്റെ ഓപ്പോസിറ്റും സത്യമാണ്. സോ എങ്ങനെയാണ് നമ്മുടെ നാവ് നരകത്തിലേക്ക് പോകാനുള്ള കാരണമാകുന്നത്? നമ്മുടെ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റാണ് കളവ് പറയുക എന്നുള്ളത്. നെക്സ്റ്റ് ആണ് ബാക്ക് ബൈറ്റ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നിരന്തരം കുറ്റം പറയുമ്പോൾ, നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു പച്ച ഇറച്ചി കഴിക്കുന്നതിനെക്കാട്ടിയും കഷ്ടമുള്ള കാര്യമാണ്. നെക്സ്റ്റ് ആണ് സ്ലാൻഡർ. അതായത് നമ്മൾ ഇങ്ങനെ ആയിരിക്കാം, അവരിങ്ങനെ ആയിരിക്കാം, അല്ലാണ്ട് ഇതാകൊണ്ടായിരിക്കാം, നമ്മൾ എല്ലാ കാര്യവും അറിയാതെ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു തരത്തിലുള്ള തെറ്റാണ്. മറ്റുള്ളവരെ കുറിച്ച് കൂടുതലായിട്ട്, അതായത് മുഴുവനായിട്ടും അറിയാതെ നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും കുറ്റമുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് നമ്മളെക്കുറിച്ച് തന്നെ ഒരുപാട് പൊങ്ങച്ചം പറയാം. നമ്മൾക്കുള്ള കാര്യത്തിൽ നമ്മൾ ഒരുപാട് അഹങ്കരിക്കുമ്പോൾ അത് നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള തെറ്റുകളിലേക്ക് നയിക്കും. നെക്സ്റ്റ് ആണ് നമ്മൾ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കളിയാക്കുമ്പോൾ, അവർ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ അവരെ അപമാനിക്കുമ്പോൾ, ഇത് നമ്മുടെ അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത്, എങ്ങനെ നമ്മുടെ നാവിന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഫസ്റ്റത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നിയത്തോടുകൂടെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, ഈ ഒരു സംസാരം സത്യസന്ധമാണോ, ഇത് കരുണയുള്ളതാണോ, ഇത് ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ള ചിന്തകളോടുകൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ നെക്സ്റ്റ് ആണ് നമ്മൾ മറ്റുള്ളവർ കുറ്റം പറയുന്നതും, അതായത് ബാക്ക് ബൈറ്റ് ചെയ്യുന്നതും, നമ്മൾ പരദൂഷണം പറയുന്നതും ഒഴിവാക്കുക എന്നുള്ളത്. അതിന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നന്മയുള്ള ദുആകൾ വെച്ച് റീപ്ലേസ് ചെയ്യുക. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ നല്ലത് ചിന്തിക്കുന്ന ഒരു ഹാബിറ്റ് നമ്മൾ മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ നാവിന് കള്ളങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത്. ഒരു കാര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് നമുക്കത്ര ഉറപ്പൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് വെറുതെ പറയാനെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതിനെക്കാട്ടി നല്ലത് നമ്മുടെ മൗനമാണ്. ഇനി നെക്സ്റ്റ് ടിപ്പാണ് നമ്മൾ നിരന്തരം ദിക്ർ ചൊല്ലുക എന്നുള്ളത്. നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ നമ്മളെ നാവിനെയും നമ്മളെ ഹൃദയത്തിനെയും ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കുന്ന പോലെയാണ്. നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ നമ്മൾ ഓർക്കുന്നു അത്രത്തോളം സമാധാനം നമ്മളുടെ വാക്കുകളിൽ ഉണ്ടാവും, നമ്മൾ സംസാരിക്കുമ്പോഴുണ്ടാവും. നമ്മൾ നിരന്തരം ദിക്ർ ചൊല്ലുക എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയും ഒരു യൂസ് ഉണ്ട്. നെക്സ്റ്റ് ആണ് നമ്മൾ അള്ളാഹുവിനോട് പൊരുത്തം ചോദിക്കുക. അതായത് നമ്മൾ മുൻപ് എന്തെങ്കിലും മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും നമ്മൾ സമയം കളയാതെ നമ്മൾ അള്ളാഹുവിനോട് പൊരുത്തം ചോദിക്കുക. നെക്സ്റ്റ് ആണ് നമ്മൾ ചുറ്റുവട്ടത്തും നമ്മൾ നല്ല ആൾക്കാരായിട്ട് ഉണ്ടാവുക എന്നുള്ളത്. ആരാണോ നല്ല കരുണയോടെ സംസാരിക്കുന്നതും നമ്മുടെ സംസാരത്തിന് മാതൃകയാക്കുന്നതും അവരോടൊപ്പം നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. നെക്സ്റ്റ് ആണ് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ സൈലൻ്റ് ആവുക, നമ്മൾ നിശബ്ദമായിട്ടിരിക്കുക. കാരണം നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മളെ നാവ് എന്തൊക്കെയോ വിളിച്ചു പറയും. ഈ ദേഷ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ തെറ്റായ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. സോ ദേഷ്യം വരുമ്പോൾ ഏറ്റവും നല്ല സൊല്യൂഷനാണ് നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളത്. ഇനി നമ്മൾ നമ്മളുടെ നാവിന് പ്രൊട്ടക്റ്റ് ചെയ്താലുള്ള ഗുണങ്ങളെക്കുറിച്ച് പറയാം. നമ്മളുടെ ഹൃദയത്തിന് നല്ല സമാധാനം ഉണ്ടാവും നമ്മൾ നമ്മളുടെ നാവിനെ കൺട്രോൾ ചെയ്യുമ്പോൾ, നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ സംസാരിക്കുമ്പോൾ. അതേപോലെ തന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, അത് നമ്മുടെ ഫാമിലി ആവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, നമ്മൾ ചുറ്റുള്ളവരുടെ കൂടെയും കൂടെ നല്ല ബന്ധങ്ങൾ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ഒരുപാട് കൂലി ലഭിക്കും. നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കുമ്പോൾ അതൊരു സ്വർഗത്തിലേക്കുള്ള ഒരു ചാവി പോലെയാണ്. നെക്സ്റ്റ് ആണ് നമ്മളെ ആൾക്കാർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും, നമ്മൾ ബഹുമാനിക്കാൻ തുടങ്ങും. കാരണം ആൾക്കാർക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ കരുണയോടുകൂടെ സംസാരിക്കുന്നവരാണ് ഇഷ്ടം. നമ്മളെപ്പോഴും നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് പോസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, ഇത് നല്ലതാണോ, ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക, അവർക്കും കൂടെ ഉപകാരമാവും. ആൻഡ് ഓൾസോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട. അസ്സലാമു അലൈക്കും.